വെൽക്കം ടു ആസ്പിറൻസ് പെർസ്പെക്റ്റീവ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് UPSCക്ക് ആവശ്യമായിട്ടുള്ള NCERT പോളിറ്റി ബുക്ക് ലിസ്റ്റ് ആണ്. ഞാനൊരു 9 NCERTs ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോളിറ്റിയുടെ NCERTs ആണ്. ഫ്രം ക്ലാസ് 6 ടു ക്ലാസ് 12 ആണ്. ഏതൊക്കെയാണ് NCERTs എന്ന് നോക്കാം. ചില NCERTsന് ലെസ് ഇമ്പോർട്ടൻസ് ആണുള്ളത്, ചിലത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് പാർട്ട് 1 ആണ്. ക്ലാസ് 6ൻ്റെ NCERT ആണ്. സോഷ്യൽ സയൻസ് ക്ലാസ് 6 സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് പാർട്ട് 1. നെക്സ്റ്റ് വൺ സെക്കൻഡ് വൺ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് പാർട്ട് 2 ആണ്. ഇത് ക്ലാസ് 7ൻ്റെ NCERT ആണ്. അത് തേർഡ് വൺ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് പാർട്ട് 3 ആണ്. ഇത് ക്ലാസ് 8ൻ്റെ NCERT ആണ്. ഇതൊക്കെ നമുക്കൊരു 2-3 ഒരു മാക്സിമം ഒരു 2 days കൊണ്ട് കവർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഈസി സിമ്പിൾ കോൺസെപ്റ്റ്സ് ആണ്. ഫോർത്ത് വൺ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് പാർട്ട് 1 ഉണ്ട് ആൻഡ് പാർട്ട് 2 ഉണ്ട്. ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് പാർട്ട് 1 ക്ലാസ് 9ൻ്റെ NCERT ആണ്. പാർട്ട് 2 ക്ലാസ് 10ൻ്റെ NCERT ആണ്. ആൻഡ് സിക്സ്ത് NCERT ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് ദ വർക്ക്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് NCERT. ക്ലാസ് 11ൻ്റെ NCERT ആണ്. ലക്ഷ്മികാന്ത് വായിക്കുന്നതിന് മുന്നേ ഈസി കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് വായിക്കൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഒരുപാട് PYQs ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് NCERT ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക്. സെവൻത്ത് വൺ പൊളിറ്റിക്കൽ തിയറി ഫ്രം ക്ലാസ് 11. എയ്ത്ത് വൺ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് ഫ്രം ക്ലാസ് 12. And the ninth and last one, contemporary world politics from class 12. So these are the 9 NCERTs for UPSC purposes. And first one, social and political life part 1, part 2, part 3, and democratic politics part 1, part 2, and most important one, Indian constitution at work from 11th standard, and 8th and 9th one, politics in independence and contemporary world politics. We will cover these NCERTs in aspirants perspective. എൻ്റെ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കും. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം വായിച്ച് നമ്മൾ കവർ ചെയ്യും. ദീസ് ക്ലാസ് 6, 7th, 8th ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള NCERTs ആണ്. നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്കിലാണ്. ആൻഡ് ബാക്കിയുള്ളതൊക്കെ ഒരു GS2 essay എഴുതുന്ന സമയത്തും GS2-ലൊക്കെ നമുക്ക് ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റിക്കും അത്യാവശ്യം നല്ല ഇൻട്രോക്കും കൺക്ലൂഷനും വേണ്ടിയിട്ടുള്ള നല്ല വേർഡിങ്സ് ഒക്കെ ഈ ഒരു NCERTs നിന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.